ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയി, സെക്കൻഡ് ഷോ കാണാൻ പോയി. ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ പോവാം. എന്തോ ചർച്ച് ബെല്ലെന്ന് വേണ്ട പേര്. പള്ളിമണി സൈക്കോ ഹൊറർ ത്രില്ലർ പടം എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. എന്നെ പോലുള്ള സൈക്കോകൾക്കൊന്നും ഈ പടമൊന്നും അല്ല. 10-22 വർഷം സിനിമയിലെ കണ്ട് കലാസംവിധാനമൊക്കെ ചെയ്ത ആളാണ് ഇതിൻ്റെ സംവിധായകൻ എന്നൊക്കെ പറയും. സിനിമയിൽ കലാസംവിധാനം ചെയ്തെന്നോ അല്ലെ സിനിമയുടെ സെറ്റിലൂടെ ഓടി നടന്നെന്നും പറയുന്ന ഒരാൾ സംവിധായകനാകണമെന്നുണ്ടോ? പിന്നെ കണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു പള്ളിയുടെ സെറ്റ് ഇട്ടില്ല. എന്ത് കാര്യത്തിന് ഇത്രയും ലക്ഷങ്ങൾ ചെലവഴിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചൊവ്വ നേരെ ആ പള്ളിയുടെ ഒരു ഷോട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു പകലത്തെ ഒരു പള്ളിയുടെ ഒരു ഷോട്ട്, അല്ലെങ്കിൽ നല്ല ലൈറ്റപ്പിൽ ഒരു പള്ളിയുടെ ഷോട്ട്, ഒന്നുമില്ല. മൊത്തം കുറ്റാക്കൂരിലിട്ട്. ശ്വേതാ മേനോൻ എന്നൊരു നടി ഈ സിനിമയിലെ യഷിയാണോ മനുഷ്യശ്രീയാണോ പ്രേതമാണോ ഒന്നും മനസ്സിലാകത്തില്ല. ഒരു വെള്ളസാരിയൊക്കെ ചുറ്റി അവർ ആ പള്ളിയുടെ മുറ്റത്തൂടെയൊക്കെ നടക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ പേടിച്ചേനെ. ഈ സിനിമയെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഈ സിനിമയെക്കുറിച്ച് മാത്രമല്ല, മലയാള സിനിമ രംഗം നന്നാകണമെന്നുണ്ടെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് കണ്ണൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ പറയാം. ഓക്കെ. മുഖത്തൊരൽപ്പം വെള്ളം ഒഴിച്ചപ്പോൾ ബോധം വീണു. ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? ആർക്കറിയാം. സത്യം പറയാമല്ലോ, പള്ളിമണി എന്ന സിനിമ കാണുവാൻ നമ്മൾ മുടക്കുന്ന തുക നമുക്ക് നഷ്ടമാകും. അത് 100% ഉറപ്പായ കാര്യമാണ്. വലിയ താരനിരയൊന്നുമില്ലാതെ തിയേറ്ററിലെത്തിയ ഒരു കൊച്ചു പടമാണ് പള്ളിമണി. തിയേറ്ററിനുള്ളിൽ നിന്നും വനത്തിനുള്ളിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പള്ളിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ്. സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് ഭൂരിഭാഗവും ആ പള്ളിക്കുള്ളിൽ തന്നെയാണ്. മികച്ച ക്യാമറ വർക്കും ശബ്ദ ക്രമീകരണവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഞാൻ മുമ്പേ പറയുകയുണ്ടായി, കലാസംവിധാനം ചെയ്യുന്ന ഒരാൾ സംവിധായകനാകണം എന്നില്ല. പക്ഷേ ഇവിടെ അനിൽ കുമ്പഴ എന്ന സംവിധായകൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു. ആ സംവിധായകനെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 22 വർഷത്തോളം കലാസംവിധായകനായി പ്രവർത്തിച്ച ഒരാൾ സംവിധായകനായി മാറുമ്പോൾ കലാസംവിധാന രംഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ഒന്നുമില്ല. അത് ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. ആവശ്യമില്ലാത്ത പ്രോപ്പർട്ടികളൊന്നും തന്നെ കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ ശ്രദ്ധ അവിടേക്ക് ആകർഷിക്കുന്നില്ല. തീർച്ചയായും മലയാള സിനിമാ സംവിധായക നിരയിൽ അനിൽ കുമ്പഴയുടെ സ്ഥാനം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. നിർമ്മാതാവിന് നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ ചിത്രം അണിയിച്ചൊരുക്കുവാൻ സാധിക്കും എന്ന് അദ്ദേഹം ഈ ചിത്രത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. കുട്ടികളും ഗർഭിണികളും ഒന്നും ഈ സിനിമ കാണരുത് എന്നൊക്കെ പരസ്യവാചകത്തിൽ അവർ കൊടുത്തിട്ടുണ്ട് എങ്കിലും കുടുംബമായി തന്നെ കാണാവുന്ന ഒരു പടമാണ് പള്ളിമണി. ഇതൊരു പ്രേതകഥയല്ല, ഇതൊരു സൈക്കോ ത്രില്ലർ ഹൊറർ മോഡിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രേതങ്ങൾ എന്നത് വിശ്വാസമോ അന്ധവിശ്വാസമോ ആണ്. തിയേറ്ററിലെ ഇരുട്ടും ശബ്ദവിന്യാസവുമൊക്കെ നമ്മുടെ നെഞ്ചെടുപ്പ് കൂട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒട്ടും ലാഗില്ലാതെ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഏതാനും സമയം മാത്രമാണ് വർണ്ണാഭമായ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുക. പിന്നീട് അങ്ങോട്ട് ഇരുട്ടിൻ്റെ അകമ്പടിയോടെയാണ് സിനിമ പോകുന്നത്. വലിയ താരനിരയൊന്നുമില്ല എങ്കിലും കുറച്ച് പേരെ ഇതിൽ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും അഭിനയിച്ച എല്ലാവരും അവരവരുടെ റോൾ വളരെ ഭംഗിയായി ചെയ്തു. പ്രത്യേകിച്ച് ശ്വേതാ മേനോൻ്റെ കഥാപാത്രം മികവുറ്റ കഥാപാത്രം തന്നെയാണ്. നിത്യദാസിൻ്റെ തിരിച്ചുവരവ് ഗംഭീരമായിട്ടുണ്ട്. 2 കുട്ടികൾ വളരെ മനോഹരമായി തന്നെ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ചിത്രം അണിയിച്ചൊരുക്കിയത് പത്തനംതിട്ടയുടെ അനിൽ ബ്രദേഴ്സ് ആണെന്ന് പറയാം. ഇതിൻ്റെ കഥാകൃത്ത് റാന്നി സ്വദേശി അനിലാണ്. സംവിധായകൻ അനിൽ പത്തനംതിട്ട കുമ്പഴ സ്വദേശിയാണ്. 1.5 മണിക്കൂർ മാത്രമുള്ള ഈ സിനിമ കുറച്ചുകൂടി ദൈർഘ്യമുണ്ടായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ലാഗില്ലാതെ നല്ലൊരു സിനിമ നമ്മളിലേക്ക് എത്തിച്ചു. ഏതൊരു സിനിമയും ഇഴകീറി പരിശോധിച്ചാൽ ഒരുപാട് ന്യൂനതകൾ കണ്ടെത്തിയേക്കാം. വനത്തിലെ പള്ളിക്കുള്ളിൽ അകപ്പെട്ടവരെ രക്ഷിക്കുവാൻ പോകുന്നവരുടെ വാഹനത്തിൻ്റെ സ്പീഡ് കുറവാണെന്നും
സൈക്കോ കില്ലറിൻ്റെ മുൻപിലാണ് അവർ അകപ്പെട്ടത് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ചെല്ലുമ്പോൾ തങ്ങളും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ബോധ്യത്തിൽ സ്വയരക്ഷയ്ക്കായി എന്തെങ്കിലും ഒരു ആയുധമോ അല്ലെങ്കിൽ ഒരു ടോർച്ച് പോലുമോ കയ്യിൽ കരുതിയില്ല എന്ന് വേണമെങ്കിലും നമുക്ക് കണ്ടെത്താം. പക്ഷേ അതൊന്നും ഈ സിനിമയുടെ വിജയത്തെ തടയുന്ന ഒന്നല്ല. ഈ ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളും. വിക്ടോറിയ എന്ന ശ്വേതാ മേനോൻ്റെ ഭയപ്പെടുത്തുന്ന കഥാപാത്രത്തെ ഏറ്റവും ഒടുവിലായി വളരെ സുരക്ഷിതമായി തിയേറ്ററിനുള്ളിൽ തന്നെ നിർത്തുവാൻ സംവിധായകൻ ശ്രമിക്കുന്നുണ്ട്. പ്രേക്ഷകരായ നമ്മൾ സന്തോഷത്തോടെ തിയേറ്റർ വിട്ടു പോകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും തിയേറ്ററിന് വെളിയിൽ എത്തുമ്പോഴും തിരിഞ്ഞു നിന്ന് നോക്കിയാൽ വിക്ടോറിയയെ നമുക്കവിടെ കാണാം. വാഹനത്തിൽ വീട്ടിലേക്ക് പോകുമ്പോഴും വഴിവെക്കിൽ വിക്ടോറിയയെ കാണാം. വീട്ടിൽ വന്നൊന്ന് മയങ്ങാം എന്ന് കരുതി കിടക്കുമ്പോഴും വിക്ടോറിയയെ അവിടെ കാണാം. പടം കണ്ടിറങ്ങുന്ന ഓരോരുത്തരുടെയും കൂടെ വിക്ടോറിയ ഉണ്ട്.